ാണ് ഉമാ തോമസ് MLA വീണു പരിക്കേറ്റ സംഭവത്തിൽ ഇപ്പോഴും ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതിനിടെ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഉമാ തോമസ് MLAയുടെ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണു തുറക്കുകയും കൈകാലുകൾ അനക്കിയതായും ഡോക്ടർമാർ പ്രതികരിച്ചു. എന്നാൽ വെന്റിലേറ്ററിൽ തുടരുന്ന MLA അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിലുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ് മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. കണ്ണു തുറക്കാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചുവെന്ന് മകൻ വിഷ്ണു പറഞ്ഞു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈയും മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം അതൊരു നല്ല ഇതായിരുന്നു. സ്റ്റേജ് നിർമ്മാണത്തിനുണ്ടായ വീഴ്ചയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃദംഗ വിഷന്റെ മുഖ്യ രക്ഷാധികാരിയായ നടൻ സിജോയ് വർഗീസിനെയും പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായ നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴിയെടുക്കും. സ്റ്റേജ് നിർമ്മിച്ചത് അപകടകരമായാണെന്നും അധികമായി നിർമ്മിച്ച ഭാഗത്തിന് ഉറപ്പുണ്ടായിരുന്നില്ലെന്നും പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ആശ്വാസകരമായ കാര്യം ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഈ അപകടം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് തന്നെ പറയുന്നുണ്ട്. ഈ സംഘാടകരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സ്റ്റേജ് നിർമ്മാണത്തിൽ പിഴവുണ്ടായിട്ടുണ്ട്, അധികമായി സ്റ്റേജ് നിർമ്മിച്ചത് അത് അപകടകരമായിട്ടായിരുന്നു. ഇവിടെ പല ഫയർഫോഴ്സിൻ്റെ അടക്കം ഒരു അനുമതി ഇല്ലാതെയാണ് ഈ രീതിയിൽ ഒരു വലിയൊരു ഇവന്റ് സംഘടിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷന്റെ CEO, അതോടൊപ്പം ഇവന്റ് മാനേജ്മെന്റിന്റെ ഉടമ തുടങ്ങിയവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസിനെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലവിലെ അന്വേഷണ പുരോഗതി എങ്ങനെയാണ്? ആദ്യം ഉമാ തോമസിന്റെ ആരോഗ്യനിലയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഉമാ തോമസ് ഡോക്ടറിന്റെയും മകന്റെയും ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷെ അപ്പോഴും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ പോലും ഈ ഗുരുതര സാഹചര്യം കടന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ 2 രാത്രികളിലായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അബോധാവസ്ഥയിൽ തുടരുമ്പോൾ ഇന്നത്തെ ഒരു മാറ്റം അത് വളരെ പോസിറ്റീവായി കാണണം. പക്ഷേ ഈ വെന്റിലേറ്ററിൽ അധിക നാൾ തുടർന്ന ഈ ന്യൂമോണിയ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ഡോക്ടർമാരുടെ പരിശോധന നടത്തുന്നത്. മകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി ഉമാ തോമസ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് ആശുപത്രിയിൽ എത്തി ഡോക്ടറുമായി സംസാരിക്കുകയും മറ്റ് എത്രയും വേഗം നല്ല ഒരു കൃത്യമായിട്ടുള്ള ഡോക്ടർമാരുടെ നിരീക്ഷണം ഉമാ തോമസിന്മേൽ എപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഡോക്ടർമാരും വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം, ഈ അപകടത്തിലേക്ക് വന്നാൽ ഇപ്പോഴും അത് ആരുടെ ഭാഗത്താണ് ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള പിഴവുണ്ടായെന്ന് വ്യക്തമാകുന്നില്ല. കാരണം GCDയുടെ ഭാഗത്തും പിഴവുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത്. ആ സ്റ്റേഡിയത്തിൽ മറ്റ് പരിപാടികൾക്കായി അനുമതി നൽകി. പക്ഷെ അവിടെ ഒരു നിർമ്മിതി നടത്തുമ്പോൾ അത് GCDയെ അറിയണം. പക്ഷെ GCDയെ അറിയാതെയാണ് നിർമ്മിതി നടത്തിയിട്ടുള്ളത്. പോലീസിന്റെ ഒക്കെ ഈ കമ്മീഷണർ അടക്കം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോഴൊന്നും ഈ പോലീസിന്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിന്റെ ഒരു അപാകത ആർക്കും തന്നെ തോന്നിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യം. കാരണം നമുക്ക് ഈ അപകടത്തിന് ശേഷം അവിടെ ചെന്ന് നോക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകും എത്ര അപകടകരമായിട്ടുള്ള രീതിയിലാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഒരു വരി ആളുകൾക്ക് ഇരിക്കേണ്ടതിന് പകരം 2 വരി കസേരയിട്ട് ആളുകൾ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. വലിയൊരു അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ആ സ്റ്റേജിലൂടെ നിർമ്മിച്ചത് വഴി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒപ്പം ഉള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗങ്ങളുടെയും ഒക്കെ സംയുക്ത റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ സ്റ്റേജ് നിർമ്മിച്ചതിൽ അപാകതയുണ്ട്. അതിൽ ചില അപകടകരമായിട്ടുള്ള രീതിയിലാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പിടിക്കാനുള്ള കൈവരിക്ക് പകരം അവർ റിബൺ കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു കൈവരിയാണ് കെട്ടി വെച്ചിരുന്നത്. അതിൽ പിടിച്ചാണ് ഉമാ തോമസ് താഴേക്ക് വീഴുന്നതും അതോടൊപ്പം ഉമാ തോമസ് MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ വലിയ രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചു. ഡോക്ടർമാർ അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളെല്ലാവരും അവിടെ ഓടിക്കൂടിയവർ എടുത്തുകൊണ്ട് പോയതിലും അവരുടെ ശരീരത്തിൽ മുറിവുകൾ വർദ്ധിക്കാൻ കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ആളുകൾ എത്രയും വേഗം MLA ആശുപത്രിയിൽ എത്തിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഡോക്ടർമാരുടെ അവിടേക്ക് ഓടിയെത്തുന്നതിനുള്ളൊരു സമയം നൽകിയില്ല. പക്ഷെ അതുപോലും ഉമാ തോമസിന്റെ ആരോഗ്യം ഇത്രത്തോളം മോശമാകാൻ കാരണമായി എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് ഇതിനോടകം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരിക്കുന്നത്. അതിലൊന്ന് ഈ ഓസ്കാർ ഇവന്റ് മാനേജറായ കൃഷ്ണകുമാർ, മറ്റേത് സ്റ്റേജ് ഇവന്റ് മാനേജറായ ബെന്നി, അതോടൊപ്പം തന്നെയാണ് ഈ മൃദംഗ ഈ ഏജൻസി ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ CEO. ഇവരെ 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരിക്കുന്നത്. ഇതിനെതിരെ UDFന്റെ വലിയ രീതിയിലൊരു പ്രതിഷേധം കൂടിയുണ്ട്. UDF DGPക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത്. ഇത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ്. ഇത് ഇത്രയും അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു ഇവന്റ് സംഘടിപ്പിച്ചതിൽ ഇത്ര മാത്രമാണോ വകുപ്പുകൾ ചുമത്തേണ്ടതെന്നൊരു ചോദ്യമാണ്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന തീർച്ചയായും അതാണ് വലിയ ആക്ഷേപത്തിന് കാരണമാകുന്നത്. നവമി സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടായിട്ട് ഒരു MLAയുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന രീതിയിലൊരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസ് വളരെ ദുർബലമായ വകുപ്പ് ചുമത്തി ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യം. ഇതോടൊപ്പം നവമി അറിയേണ്ടത്, ഈ സംഭവത്തിന് പിന്നാലെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക തട്ടിപ്പ് ഈ മെഗാ ഇവന്റിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ഇതിന്റെ ഭാഗമായിട്ടാണോ നടി ദിവ്യ ഉണ്ണിയെയും സിജോയ് വർഗീസിനെയും ചോദ്യം ചെയ്യാൻ, അവരുടെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത്? ടോമി, അപകടം സംഭവിച്ചതിന് പിന്നാലെ വലിയൊരു വീഴ്ച സ്റ്റേഡിയം നിർമ്മാണത്തിലൊക്കെ ഉണ്ടായി എന്നുള്ളൊരു കണ്ടെത്തലിന് തുടർന്നാണ് ഇപ്പോൾ രക്ഷിതാക്കളും വലിയ രീതിയിൽ ആരോപണവുമായി രംഗത്തെത്തിയത്. ഇന്നലെയൊക്കെ മാധ്യമങ്ങളോട് പല രക്ഷിതാക്കളും സംസാരിക്കുന്നത് പ്രകാരം ഇവർക്ക് ഈ ഇവന്റിലേക്ക് വരുന്നതിന് വേണ്ടി 5000-ലധികം രൂപ ഓരോ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളുടെ വസ്ത്രം, ഈ ഡാൻസിന് വേണ്ടിയിട്ടുള്ള മറ്റ് ആഭരണങ്ങളൊക്കെ വാങ്ങുന്നതിന്, അതോടൊപ്പം തന്നെ അവരുടെ അക്കോമഡേഷൻ, ഫുഡ്, ഇതിനെല്ലാം കൂടിയാണ് 5000-ലധികം രൂപ ഓരോ കുട്ടികളിൽ നിന്നും പല തുകകൾ, 2000 മേടിച്ചവരുണ്ട്, 5000 മേടിച്ചവരുണ്ട്, അങ്ങനെ പല തുകകളായി ഓരോ കുട്ടികളുടെ നിന്നും വാങ്ങിയത്. അതിനു പുറമെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രവേശിക്കണമെങ്കിൽ അധികം തുക അടയ്ക്കണം. അതായത് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് വാങ്ങിയതിനു ശേഷം, ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രക്ഷിതാക്കളെ രക്ഷിതാക്കൾ പ്രവേശിക്കാവൂ എന്നുള്ളൊരു നിയമം കൂടി അധികൃതർ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും പണം കൊടുത്ത് ഈ പരിപാടി കാണാൻ എത്തേണ്ട സാഹചര്യം രക്ഷിതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ രക്ഷിതാക്കൾ ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുണ്ടോ എന്നൊരു സംശയമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉന്നയിക്കുന്നത്. ഇതിന്റെ ഒരു രക്ഷാധികാരി എന്ന രീതിയിലേക്ക് എത്തിയത് ഈ നടൻ കൂടിയായിട്ടുള്ള സിജോയാണ്. സിജോയ്ക്ക് മറ്റ് സാമ്പത്തിക ലാഭം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ സിജോയുടെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ മൊഴിയെടുക്കാനും ഒക്കെ അന്വേഷണ സംഘം വിളിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നടി ദിവ്യ ഉണ്ണിയായിരുന്നു ഇതിന്റെ ബ്രാൻഡ് അംബാസഡറായി. ദിവ്യ ഉണ്ണിയെ മുൻനിർത്തിയായിരുന്നു ഈ പരിപാടി, ഗിന്നസ് റെക്കോർഡ് പരിപാടി സംഘടിപ്പിച്ചത്. അതിലും ദിവ്യ ഉണ്ണിക്ക് സാമ്പത്തികമായി എത്ര ലാഭം കിട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു പങ്ക് ദിവ്യ ഉണ്ണിക്കുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇരുവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എന്തായാലും ഈ ഇവന്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് ഇതിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുണ്ടായോ
നടത്തിയോ എന്നൊരു സംശയം കൂടി പോലീസ് ഉന്നയിക്കുന്നത്. പക്ഷെ ഇതുവരേക്കും രക്ഷിതാക്കൾ ആരും തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് രക്ഷിതാക്കൾ പരാതി നൽകാൻ തയ്യാറാണ്, പക്ഷെ പോലീസിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയൊക്കെ പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പോലീസ് ഒരു നടപടിക്രമം എന്നോണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ വീഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ഇതിലൊരു സാമ്പത്തിക ഇടപാട് എങ്ങനെയാണ് എന്നതിലാണ് ഇനി അടുത്ത അന്വേഷണം നടക്കുക. ടോം, തീർച്ചയായും അതും പരിശോധിക്കേണ്ടതാണ്. കാരണം ഇതിന് പിന്നിലൊരു സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യവും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യ ഉണ്ണിയെയും നടൻ സിജോയ് വർഗീസിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് വിളിപ്പിച്ചിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ്